ഞങ്ങളുടെ അമ്പലത്തിലേക്കുള്ള ജേണി തുടങ്ങുന്നത് ഈ ഒരു വീട്ടിൽ വെച്ചിട്ടാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടാണിത്. നല്ല കാം ആൻഡ് ബ്യൂട്ടിഫുൾ പ്ലേസാണിത്. നല്ല രസമാണ് ഇവിടെ മോർണിംഗ് വരാനും ആ ബേഡ്സിൻ്റെ സൗണ്ട് കേൾക്കാനും ഒക്കെ. ഫോർ മീ അമ്പലങ്ങളിൽ പോവാനും അമ്പലത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് അതിനെ കണക്ട് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഞങ്ങൾ ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് മണ്ണാർശാലയായിരുന്നു. ആൻഡ് ഇറ്റ് ഈസ് എക്സ്ട്രീംലി നാച്ചുറുമായിട്ട് ഇൻവോൾവ് ആയി കിടക്കുന്ന ഒരു ടെമ്പിളാണ്. ആൻഡ് ചില പ്ലേസിൽ പോയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ തോന്നത്തില്ല, ഇവിടെയുള്ള ഓരോ കല്ലിനും മണ്ണിനും വരെ ഒരുപാട് സ്റ്റോറീസ് പറയാനുണ്ടാവുന്ന അങ്ങനത്തെ ഒരു ഫീല് കിട്ടുന്ന ഒരു ടെമ്പിളാണിത്. ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ എന്ന് പറയുന്നത് നാഗരാജാവാണ്. സോ ഒരുപാട് ചെറിയ ചെറിയ കാവുകൾ ഇവിടെ ഒരുപാടുണ്ട്. കുറേ മിനിയേച്ചർ ഐഡൽസ് വെക്കുന്ന കുറേ സ്റ്റാൾസ് ഉണ്ട്, എല്ലാവിടെയും ഉള്ളതുപോലെ തന്നെ. ഒരുപാട് നടക്കാനും കാണാനും ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ വന്നവരൊന്നും ഞാൻ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. അവർ ഏതൊക്കെയോ വഴിയിലോട്ട് പോയി, ഞാൻ ഏതൊക്കെയോ എനിക്ക് തോന്നുന്ന പോലെ നടന്നിട്ടുണ്ടായിരുന്നു. അവസാനമൊക്കെയാണ് അവരെ കണ്ടു കിട്ടിയത്. അമ്പലപ്പുഴയിലോട്ടായിരുന്നു. വെരി ഫേമസ് കൃഷ്ണ ടെമ്പിളാണ്. പാർത്ഥസാരഥി പ്രതിഷ്ഠയുള്ള കൃഷ്ണ ടെമ്പിളാണിത്. അമ്പലപ്പുഴ പാൽപ്പാസം കിട്ടാൻ ട്രൈ ചെയ്ത് നോക്കി, ബട്ട് കിട്ടിയിട്ടില്ല. ബിക്കോസ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് വീക്കെൻഡിലായിരുന്നു. വീക്ക് ഡേയ്സിൽ പോവാൻ ട്രൈ ചെയ്താൽ ചിലപ്പോൾ കിട്ടായിരിക്കും. നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഞങ്ങൾ വാങ്ങുന്നതായിരിക്കും.